ഇറാന്റെ ആക്രമണം അതിരൂക്ഷമായ സാഹചര്യത്തിൽ നെതന്യാഹുവിന്റെ ഓഫീസിന് നേരെ ആക്രമണം നടന്നു എന്നാണ് IRGC ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഏറ്റവും ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് IRGCയുടെ മിസൈൽ നെതന്യാഹുവിന്റെ ഓഫീസ് ലക്ഷ്യമാക്കി ആക്രമണം നടത്തി എന്ന് IRGC വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ഇസ്രായേലിന്റെ എയർഫോഴ്സ് കമാൻഡറിനെയും ഒരു സർപ്രൈസ് അറ്റാക്കിലൂടെ ലക്ഷ്യമിട്ടതായി ഇറാൻ വ്യക്തമാക്കുന്നു. ഇത് വലിയ ആശങ്കയ്ക്കാണ് വഴിവെക്കുന്നത്. IRGCയുടെ അവകാശവാദം ശരിയെങ്കിൽ നെതന്യാഹുവിന്റെ സാഹചര്യം എന്ത്, ആരോഗ്യസ്ഥിതി എന്ത് എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള ആശങ്കകൾ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് ഈ യുദ്ധത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതിൻ്റെ സൂചനയാണ്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനേയിയെ വധിച്ചതിനു പിന്നാലെ ശക്തമായ ഒരു പ്രതികരണം ഉണ്ടാകും എന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഇറാൻ വ്യക്തമാക്കിയിരുന്നു. ഇതിനൊരു പ്രതികാരം തങ്ങൾ ചെയ്യും എന്ന് അവർ ഒരു പ്രതിജ്ഞ എടുക്കുകയും ചെയ്തിരുന്നു. ഏതായാലും പുതിയ ഭരണ സംവിധാനത്തിലേക്ക് ഇറാൻ നീങ്ങിയതിന് ശേഷം നടക്കുന്ന ഏറ്റവും നിർണായകമായ നീക്കം എന്ന് തന്നെ ഇതിനെ വ്യക്തമാക്കാം. IRGCയുടെ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ മിസൈൽ ആക്രമണം ഇസ്രായേലിലേക്ക് നടന്നിരിക്കുന്നു. അവിടെ നെതന്യാഹുവിൻ്റെ ഓഫീസ് ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത് എന്നതിൻ്റെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. അപ്പോൾ നെതന്യാഹുവിന് എന്ത് സംഭവിച്ചു, അതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. എല്ലായിടത്തു നിന്നും ഉയരുന്ന ചോദ്യം അതാണ്. നെതന്യാഹു സുരക്ഷിതനാണോ, അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു, ഈ ആക്രമണത്തിൽ നെതന്യാഹുവിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന വിവരങ്ങൾ കൂടി ചർച്ചയാവുകയാണ്. ഏതായാലും മധ്യ ഇസ്രായേലിൽ അതിരൂക്ഷമായി സൈറണുകൾ മുഴങ്ങുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. ബെയ്റൂട്ടിലേക്ക് ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തുന്നു. പക്ഷേ ഈ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത്. നെതന്യാഹുവിൻ്റെ ഓഫീസ് തങ്ങൾ ആക്രമിച്ചിരിക്കുന്നു എന്നത്. നെതന്യാഹുവിന്റെ ഓഫീസ് ആക്രമിച്ചു എന്ന് പറയുമ്പോൾ ഇത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ഒരു വിശദീകരണത്തിന്, ആക്രമിച്ചെന്നോ ഇല്ലെന്നോ ഒരു സ്ഥിരീകരണത്തിന് ഇസ്രായേൽ തയ്യാറായിട്ടുണ്ടോ? ഇത് ഇപ്പോഴാണ് ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇത് സംബന്ധിച്ചുള്ള ഒരു പ്രതികരണം ഇതുവരെ നൽകിയിട്ടില്ല. മാത്രമല്ല അവർ